നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിദേശ പഠനത്തിന് വിദ്യാർത്ഥികൾ ഒഴുകിയതോടെ സംസ്ഥാനത്തെ കോളേജുകളിലെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ റാങ്കിങ്ങിൽ ആദ്യ 100-ൽ ഇടം നേടിയ 15 കോളേജുകളുണ്ട് കേരളത്തിൽ. എന്നിട്ടും വലിയ സ്വപ്നങ്ങൾക്ക് ഇവിടം പോരാ എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ അധ്യയന വർഷം മാത്രം 37% സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ആർട്സ് ആൻഡ് സയൻസ്, സ്വാശ്രയ കോളേജുകളിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നവരുടെ എണ്ണവും കുത്തനെ ഇടിഞ്ഞു. അതേസമയം രാജ്യങ്ങളുടെ നയമാറ്റവും സുരക്ഷിത കുടിയേറ്റത്തിലെ ധാരണക്കുറവും കാരണം വിദേശത്ത് നിന്ന് മടുത്തു മടങ്ങുന്നവരും ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ്. എറണാകുളം പിറവത്തെ മണിമലക്കുന്ന് സർക്കാർ കോളേജിലെ BSc ഫിസിക്സ് വകുപ്പിൽ ആകെ 13 വിദ്യാർത്ഥികൾ മാത്രമാണ് പഠിക്കുന്നത്. BSc ഫിസിക്സ് 1-ാം വർഷ ക്ലാസ്സിൽ 4 വിദ്യാർത്ഥികളും 2-ാം വർഷ വിദ്യാർത്ഥികളായി 2 പേരുമാണുള്ളത്. 7 പേരാണ് 3-ാം വർഷ ഫിസിക്സ് ക്ലാസ്സിലുള്ളത്. ഇതേ കോളേജിലെ കെമിസ്ട്രി വകുപ്പിലാകെ 27 പേർ മാത്രമാണുള്ളത്. പതിറ്റാണ്ടുകളായി ഒരു മാറ്റവുമില്ലാത്ത വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് എത്തി നോക്കാത്ത സിലബസും വിദ്യാർത്ഥികളെ ഈ കോഴ്സുകളിൽ നിന്ന് അകറ്റുന്നതിനുള്ള കാരണങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ 25%, MGയിൽ 40%, കാലിക്കറ്റിൽ 36%, കണ്ണൂരിൽ 45% സീറ്റുകളിലും വിദ്യാർത്ഥികളില്ല. ആകെ ഒഴിവുകളുടെ 70%വും എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള സ്വാശ്രയ കോളേജുകളിലാണ്. ഉയർന്ന മാർക്കല്ല വിദ്യാഭ്യാസ പഠനത്തിന്റെ അടിസ്ഥാനം. 38% മലയാളി വിദ്യാർത്ഥികളുടെ +2 ഡിഗ്രി മാർക്ക് ഏകദേശം 75%-ന് താഴെ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കോളേജുകളുടെ എണ്ണത്തിലും സാന്ദ്രതയിലും ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് കേരളം.